start. Before that, a warm welcome to one and all, and welcome to the House of 3D Builders and Developers. Okay, moving on to the project. ഞാൻ ഭക്ഷണം കഴിക്കാൻ തിരക്കിരിക്കാനാണ് തോന്നുന്നു. എനർജി തരട്ടെ. Okay, moving on to the project. Maybe അതായത് മഞ്ചേരിയിൽ ആദ്യമായിട്ട് ഗുലാബ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഇതിലേക്ക് എത്തിക്കുന്ന ഒരു ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പറുടെ അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐഡിയാസ് കൊണ്ടുവരില്ല. നമ്മൾ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും പലതിൻ്റെ കാര്യത്തിലും പലരും അറിയുന്നത്. അതുപോലെ തന്നെയാണ് CG കൊണ്ടുവന്ന ഒരു ഐഡിയ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് മഞ്ചേരിയിൽ ഒരുപാട് വില്ലാസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് വന്നു തുടങ്ങിയത്. മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റൈൽ. അവർ തുടങ്ങി വെച്ച ആ സ്റ്റൈൽ, അവർ തുടങ്ങി വെച്ച ആ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് പുതിയ പുതിയ ഐഡിയാസും ഒരുപാട് പുതിയ പ്രോജക്റ്റിന്റെയും തുടക്കത്തിൽ കൊടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. നമ്മൾ തുടക്കത്തിനാൽ മാത്രം പോരാ, ഒരു മാതൃകയാവുക എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങി. ഇതിപ്പോൾ 4ാമത്തെ പ്രോജക്റ്റിലാണ് എടുത്തു നിൽക്കുന്നത്. ആൻഡ് നമ്മൾ എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് അറിവും പരിപാലനയും ഒരുപോലെ ആയിരിക്കും. എന്നാൽ അവർ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. ഈ സെയിം ട്രെൻഡ്, ഈ സെയിം ഫീലിംഗ് ആണ് CG ഓരോ പ്രോജക്റ്റിലും നൽകുന്നത്. ഓരോ പ്രോജക്റ്റും യുണീക്ക് ആയിരിക്കും. അതിനൊപ്പം തന്നെ അവർ കൊടുക്കുന്ന സർവീസും യുണീക്ക് ആയിരിക്കും. എന്നാൽ ഇവയെല്ലാം ഓരോന്നിലൊന്നും വ്യത്യസ്തമാണെങ്കിലും എല്ലാത്തിനും കൊടുക്കുന്ന ആ ഒരു പരിപാലനവും അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്ന ഓരോ കാര്യത്തിലും മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധ കൊടുക്കുന്നതും ഒരു സെയിം പാറ്റേണിലാണ്. അതാണ് CGയുടെ പ്രോഡക്റ്റിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും സ്പേഷ്യൽ ക്വാളിറ്റി അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണെങ്കിലും ഇപ്പോൾ കസ്റ്റമറിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ആ ഒരു റെസ്പോൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. Why is CG different from other villas and apartments? എന്തുകൊണ്ടാണ് ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? സാധാരണ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു വില്ല ആൻഡ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനുപരി നമ്മൾ വേറെ ഒരു പ്ലെജർ അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടാനുള്ള ഒരു ഇടം എന്നുള്ള ഒരു ഫാക്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. മിക്കപ്പോഴും ആൾക്കാർ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഒരു വില്ല അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിനെ കാണുന്നത്. എന്നാൽ CG കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ബിൽഡിംഗ്സിനകത്ത് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനൊപ്പം തന്നെ ഒരു ആത്മാവിനെ കൂടെ ആ ബിൽഡിംഗിനകത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന് ഒന്നാമതായിട്ട് അവർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേച്ചറിനെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ബിൽഡിംഗ്സിലേക്ക് നേച്ചറിനെ ഇൻവൈറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മൾ പണ്ട് കാലത്തും നമുക്ക് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഇന്നത്തെ കാലത്ത് തീരെ ഇല്ല. അത് ഒഴിവാക്കിയാണ് പല ബിൽഡിംഗ്സിൽ നിന്ന് ഉണ്ടാവുന്നത്. എന്നാൽ CGയുടെ ബിൽഡിംഗ്സിനകത്ത് നമുക്ക് എപ്പോഴും കാണാം നേച്ചറിനെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഓരോ ബിൽഡിങ്ങിലും ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരുപാട് സ്പേസസ് വലിച്ചുവാരി ഇടാണ്ട് എന്നാൽ നല്ല രീതിയിൽ സ്പേസിനെ മാനേജ് ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്പേസസ് ആണ് ഇതിന്റെ ഡിസൈൻ കൺസിഡറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ,